മുനിസിപ്പാലിറ്റിയുടെ ഭരണം നടത്തുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരായിട്ടുള്ള ഒരു സൂചനാ സമരമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനാധാരമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് മുനിസിപ്പൽ കൗൺസിലായി തീരുമാനിച്ചയാൾ കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി എടുത്തിരിക്കുന്ന തീരുമാനമെന്നാണ്. അതിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് എഴുതുകയും പ്രതിഷേധിച്ചുകൊണ്ട് അപ്പോൾ തന്നെ കൗൺസിൽ ഹാളിൽ തന്നെ സമരവും മുനിസിപ്പാലിറ്റിയുടെ കാര്യാലയത്തിന് മുന്നിൽ ധർണയുൾപ്പെടെ പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ജനങ്ങളെ ആ വിവരം അറിയിച്ചതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തമായ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള വക്കീലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടത്തിന് കഴിഞ്ഞ കാലത്ത് പെർമിറ്റ് എടുക്കുമ്പോൾ 2 നില ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയുള്ള പെർമിറ്റ് എടുക്കുകയും അത് മുനിസിപ്പാലിറ്റിയെ കയ്യിൽ നിന്ന് പെർമിറ്റ് വാങ്ങിക്കുകയും അതിനുശേഷം അദ്ദേഹം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അത് 5 നില വരെ എത്തി നിൽക്കുന്ന അനധികൃതമായ ഒരു കെട്ടിട നിർമ്മാണം ഈരാറ്റുപേട്ടയിൽ നടത്തി എന്നുള്ളതാണ്. അതിനെതിരായി ഈരാറ്റുപേട്ട നിവാസികൾ കോടതിയെ സമീപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ആ കെട്ടിടം പൊളിച്ചു നീക്കണം എന്ന് തന്നെ ഉത്തരവിൽ പറയുന്നു. ആ കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്നാൽ ആ നിർദ്ദേശം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ആ മുസ്ലിം ലീഗിന്റെ നേതാവായതുകൊണ്ട് ആ കെട്ടിടം സംരക്ഷിച്ചു നിർത്തുവാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിയമവും പാലിക്കാതെ, ഒരു സംരക്ഷണവും പാലിക്കാതെ, അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ വരുന്ന ആൾക്കാർക്ക് യാതൊരു സുരക്ഷിതത്വമില്ലാത്ത രീതിയിൽ കെട്ടിടം നിർമ്മിച്ചപ്പോൾ അതിനെതിരായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ഈരാറ്റുപേട്ടയിലെ മുനിസിപ്പൽ കൗൺസിലായി തന്നെ അദ്ദേഹത്തെ തീരുമാനിക്കുന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത്തരം തെറ്റായ സമീപനങ്ങൾക്കെതിരായാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ തീരുമാനിച്ചത്. അതുപോലെ ഇവിടെ സൂചിപ്പിച്ചു, ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് ഒരു ആശാ വർക്കറെ നിയമിക്കുവാൻ തീരുമാനിച്ചു. ആശാ വർക്കറെ നിയമിക്കുവാൻ തീരുമാനിച്ചപ്പോഴോ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാരെ പിന്തള്ളിക്കൊണ്ട് മറ്റൊരാൾക്ക് നിയമനം നടക്കുന്നു. ആ കൂടുതൽ മാർക്ക് കിട്ടിയ ആൾ ചെയർമാനോട് ചോദിക്കുമ്പോൾ ചെയർമാൻ പറയുന്ന മറുപടിയോ അതെങ്ങനെയാണ് അങ്ങനെ തീരുമാനിക്കാൻ കഴിയുന്നത്? ഞങ്ങൾ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലല്ലോ, ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയല്ലേ ഭരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെയല്ലേ നിയമിക്കാൻ കഴിയുള്ളൂ എന്നുള്ള സ്വജനപക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് മുനിസിപ്പൽ ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ഈ പൊതുസമൂഹം കാണുന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. ഈ മുനിസിപ്പൽ കൗൺസിലർമാർ വിവേചനക്കുറിപ്പ് എഴുതിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ സമരം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇത് നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടമല്ല, നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ആ കെട്ടിടം സംരക്ഷിക്കാൻ ആവശ്യമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നാണ് മുനിസിപ്പൽ. അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിയമപരമായി നിർമ്മിച്ച എത്ര കെട്ടിടങ്ങളുണ്ട്? ഓരോ വാർഡും എടുത്ത് പരിശോധിക്കുക. അതിൽ 25% വരുന്ന കെട്ടിടങ്ങൾ നിയമവിരുദ്ധമായി നിർമ്മിച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിലെ മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാകെ ഈ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ നാട്ടിലെ ഈ ജനവിഭാഗങ്ങളാകെ, അല്ലെങ്കിൽ ഇവർ വോട്ട് ചെയ്ത മുഴുവൻ ആൾക്കാർ, ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഈ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരാണെന്ന് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയുന്ന സമീപനമാണ് ഈരാറ്റുപേട്ടയിലെ മുനിസിപ്പൽ ചെയർമാൻ എടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള വെറികെട്ട അല്ലെങ്കിൽ അത്തരമുള്ള ജനങ്ങളെ ആക്ഷേപിക്കുന്ന സമീപനത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഈരാറ്റുപേട്ട ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഒരു വർഷമായിട്ട് നിർമ്മാണം ഉദ്ഘാടനം നടത്തിയിരിക്കുന്ന ഒരു എക്സ്റേ യൂണിറ്റ്. ഒരു വർഷമായിട്ടും ഒരു എക്സ്റേ പോലും എടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് ഇവിടുത്തെ ഭരണസമിതിയുടെ പോക്ക്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ തൊട്ടു താഴെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി കാണാം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു മാറ്റിയപ്പോൾ അതിന്റെ നിർമ്മാണോദ്ഘാടനമൊക്കെ നടത്തിയതല്ലാതെ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അതിന്റെ യാതൊരു പ്രവർത്തനം സംഘടിപ്പിക്കാതെ അവിടെ വന്നു നിൽക്കുന്ന ആൾക്കാർക്ക് യാതൊരു സുരക്ഷിതത്വവും അല്ലെങ്കിൽ ഒരു വൃത്തികരമായ സാഹചര്യത്തിൽ വാഹനങ്ങൾ വന്നു നിന്ന് വാഹനത്തിൽ കയറേണ്ട ഒരു സാഹചര്യമാണ്. അത്തരത്തിലുള്ള കെടുകാര്യസ്ഥരും ഇവിടെ നൗഷാദ് സൂചിപ്പിച്ച പോലെ ഈ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള മുഴുവൻ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി
ഇവിടെ കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഘടുകാരിസ്ഥതയിൽ നിന്നും പിന്മാറിക്കൊണ്ട് ഈ നാടിന്റെ വികസനത്തിനായി ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് നല്ല പദ്ധതിയും പ്ലാനും തയ്യാറാക്കിക്കൊണ്ട് ഈ നാടിന്റെ ആകെ വികസനം കാണുന്ന രീതിയിലേക്കുള്ള ഒരിടപെടൽ മുനിസിപ്പൽ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്. ഈ ഭരണവും നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 40-45 50 ദിവസക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി അല്ലെങ്കിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിന്റെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ലജ്ജ തോന്നുന്നു, മൂക്കിൽ കൈവെക്കുന്ന സ്ഥിതിയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കാരണം വാകൊളിച്ച കള്ളം മാത്രം പറയുക. വാകൊളിച്ച കള്ളം പറയുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും കള്ളം പറയുമ്പോൾ ഒന്ന് ഓർക്കേണ്ടതില്ലേ, കേരളം സാക്ഷരതയുടെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണെന്നും ആ സാക്ഷര കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കുന്ന ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഒരു നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഇവിടെ ഒരു ആശാ വർക്കറുടെ ഒഴിവ് വന്നപ്പോൾ അത് തീർച്ചയായും മുനിസിപ്പൽ ഭരണസമിതിയുടെ ഇന്റർവ്യൂവിൽ അടക്കം ഏറ്റവും മുന്നിൽ വരുന്ന ആ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ വരുന്ന മാർക്ക് വാങ്ങുന്ന ആളെ വേണം ആ നിയമനം നടത്താൻ. അങ്ങനെ ഭരണസമിതി നടത്തിയിട്ടുള്ള ഇന്റർവ്യൂവിൽ ഏറ്റവും മുന്നിൽ വന്ന പലരെയും അവഗണിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് താല്പര്യമുള്ള കക്ഷിയെ നിയമിച്ച കാര്യം നമ്മുടെ ബന്ധപ്പെട്ട കൗൺസിലർമാരും മറ്റ് കക്ഷികളുമെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനുള്ള പ്രധാനമായ തീരുമാനം നമ്മുടെ ഹൈക്കോർട്ട് സ്റ്റാൻഡിംഗ് കൗൺസിലിനെ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് നേതാവിനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഭാരവാഹിയായിട്ടുള്ള ആളെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. അത് സ്വാഭാവികമാണ്. അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കെട്ടിട നികുതി വളരെ കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ സ്ക്വയർ ഫീറ്റിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിട നികുതി പിരിക്കേണ്ടതുണ്ട്. ആ കെട്ടിട നികുതി കിട്ടുന്നത് നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായ നികുതിയാണ്. അങ്ങനെ നികുതി ലഭിക്കുമ്പോൾ നമ്മളൊരു കെട്ടിടം ഇവിടെ പണിയാൻ അപേക്ഷ ആരെങ്കിലും തരുമ്പോൾ വളരെ കൃത്യമായി അതിന്റെ പെർമിറ്റ് കൊടുക്കുന്നത് പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം പണിയാനാണ്. 2 നിലക്ക് പെർമിറ്റ് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ പെർമിറ്റിന് വിരുദ്ധമായി വളരെ കൃത്യമായ അഴിമതി ആ പണിത കാലത്താവട്ടെ അല്ലെങ്കിൽ തുടർന്ന് വന്ന ഭരണസമിതിയുടെ കാലത്താവട്ടെ 4 നില കെട്ടിടമാണ് അവിടെ പണിതുയർത്തിയിട്ടുള്ളത്. നിയമത്തിൽ പറയുന്ന യാതൊരു ഫെസിലിറ്റിയും കൂടാതെ ആ കെട്ടിട നിർമ്മിതി നടത്തിയ ആളിനെ തന്നെ നിലവിൽ അത് സ്വജനപക്ഷപാതത്തിനപ്പുറം അഴിമതിയും കൂടിയാണ്. ആളിനെ തന്നെ ഈരാറ്റുപേട്ട നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി അല്ലെങ്കിൽ ഹൈക്കോടതി വക്കീലായി തീരുമാനിച്ചത് തീർച്ചയായും ഒരഴിമതിയാണ്. അതുകൊണ്ട് വികസന പ്രവർത്തനവുമായി അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനവുമായി മുമ്പോട്ട് വരുന്ന ഭരണസമിതിയുടെ ഒരു നയം, വീടിന്റെ കാര്യത്തിലാണെങ്കിലും റോഡിന്റെ കാര്യത്തിലാണെങ്കിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും വാർഡുകളെ അവരവരുടേതായ വാർഡുകളിൽ മുൻഗണന കൊടുത്ത് ചെയ്യാൻ ഉള്ള സാഹചര്യം ഈരാറ്റുപേട്ടയിൽ നിലനിൽക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഭരണസമിതി കാണിച്ചിട്ടുള്ളത്. തീർച്ചയായും തെരഞ്ഞെടുത്ത് വന്നിട്ടുള്ള മെമ്പർമാർ അത് 29 പേരും അതാത് പ്രദേശത്ത് നിന്ന് വോട്ട് വാങ്ങി വിജയിച്ചു വന്നിട്ടുള്ളവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കെടുകാര്യസ്ഥത അഴിമതി കണ്ടാൽ അത് ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയും അവിടെ കൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ശ്രദ്ധ ചെലുത്തുകയും അവിടെയും കൊണ്ടുവരുന്നില്ലെങ്കിൽ അഴിമതി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട അല്ലെങ്കിൽ നിയമപരമായിട്ടല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ബന്ധപ്പെട്ട DPC അടക്കമുള്ള അല്ലെങ്കിൽ കോടതി അടക്കമുള്ള നമ്മുടെ നിയമവേദികളെ ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യം നാളുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് ഈ ഭരണസമിതിക്ക് മുമ്പാകെ അടിപൊളിയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്.
അല്ലെങ്കിൽ സഭാനഗർ പോയിട്ട് വരണമെങ്കിൽ, വാക്കാവറമ്പ് പോയിട്ട് വരണമെങ്കിൽ അവൻ 50 രൂപ അല്ലെങ്കിൽ 65 രൂപ കിട്ടും. പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി തിരിച്ചു വരുന്നത് അവന്റെ ആക്സിലൊടിഞ്ഞോ മറ്റെന്തെങ്കിലും സാഹചര്യം പടിയോ ഉണ്ടായിക്കൊണ്ടാണ് ഓട്ടോ വരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ഓട്ടോറിക്ഷ ഓട്ടം കിട്ടണം. ഓട്ടം കിട്ടി ഇവർ വിളിച്ചാൽ പോയില്ലെങ്കിൽ വൈകിട്ട് അവരുടെ ഓട്ടം നിരവധിയായ ചിട്ടി മറ്റു കാര്യങ്ങളെല്ലാം ഇറക്കി തീർക്കേണ്ടവരാണ്, പാവപ്പെട്ട തൊഴിലാളികളാണ്. അപ്പൊ ഈരാറ്റുപേട്ടയിൽ ഒരു ഓട്ടോറിക്ഷ അടക്കം നമ്മുടെ ഒരു വാഹനങ്ങൾക്കും സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളാണ് ഇവിടെയുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന സഖാവ് പിണറായി ഗവൺമെന്റ് കൃത്യമായി പദ്ധതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭരണസമിതിയുടെ ഘടകാര്യസ്ഥത കൊണ്ട് പദ്ധതി വിഹിതം നടപ്പാക്കാതെ ബില്ലോവറാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുറ്റമല്ല. ഇവിടെ ഭരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുസ്ലിം ലീഗിന്റെ ഘടകാര്യസ്ഥതയാണ്. ഏതായാലും പദ്ധതി വിഹിതം ഇവിടെ വളരെ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. പദ്ധതി വിഹിതത്തിൽ പറയുന്നത് പോലെ തന്നെ നാടിന്റെ എല്ലാത്തരം വികസന പ്രവർത്തനങ്ങൾക്കും അത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നാൽ